ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ആർട്ട് മെറ്റീരിയൽസ് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഓൾറെഡി ഞാൻ ഇതിൻ്റെ കവർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആർട്ട് ലൈൻ്റെ പെൻസിൽ നോക്കിയിട്ട് സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് ഇത് കിറ്റ് കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇത് എടുക്കാമെന്ന് ഇങ്ങനെ തോന്നിയിട്ട് ഞാൻ എടുത്തതാണ്. കാരണം അതിൻ്റെ ഒപ്പം നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ വലിയ പ്രൈസ് ഇല്ലാണ്ട് വേറെ സാധനങ്ങൾ നമുക്ക് ഉപകാരമുള്ളത് കിട്ടുവാണെങ്കിൽ നമുക്കതാണ് നല്ലത്. അങ്ങനെ നോക്കിയെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ വില കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റും കൂടെ പറയാം. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കുക. അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് വാങ്ങി നോക്കാവുന്നതാണ്. അപ്പം നമുക്കൊരു 7 ഐറ്റംസ് വരുന്നുണ്ട് മൊത്തം ടോട്ടൽ ഇതിൻ്റെ അകത്ത് ഈ ഒരു കിറ്റിൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആർട്ട് ലൈൻ്റെ പെൻസിൽ നോക്കാം. അപ്പം ഈ ഒരു പെൻസിൽ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കിറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ നമുക്ക് നോക്കുമ്പം ഈ ഒരു ഇറേസർ, നീഡബിൾ ഇറേസറാണ്. നമുക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയിട്ട് നമുക്ക് ഇറേസ് ചെയ്യാണ്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് കേട്ടോ. നമ്മൾ ആർട്ട് ലൈൻ പെൻസിലൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ആദ്യം കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു ചാർക്കോൾ പെൻസിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ചാർക്കോൾ പെൻസിൽ സോഫ്റ്റാണ് അതിൻ്റെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പെൻസിൽ ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പം ആ സമയത്ത് എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് വെറുതെ ഉപയോഗിക്കാണ്ടിരുന്ന് വെറുതെ പോയി. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു പെൻസിലൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. പിന്നെ ഇതിൽ നമ്മൾ നോക്കുന്നത് സാൻഡ് പേപ്പറാണ്. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ ഉപയോഗം നമുക്ക് വലിയ രീതിയിൽ വന്നിട്ടില്ല. ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അപ്പം ഈ ഒരു കിറ്റിൽ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ നമുക്കിത് പെൻസിൽ ഷാർപ്പനൊക്കെ യൂസ് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് നല്ല മോനയൊക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അപ്പം നമ്മൾ ഒരുപാട് പേര് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. അപ്പം എന്തായാലും നമുക്ക് കിറ്റിൽ കിട്ടിയതാണ്, നമുക്ക് ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത് പെൻസിൽ എക്സ്റ്റെൻഡർ എന്ന് പറയും. അതായത് നമ്മൾ പെൻസിൽ ഷാർപ്പൻ ചെയ്ത് കഴിഞ്ഞിട്ട് തീരാറായി കഴിയുമ്പോഴത്തേക്കും, അതായത് നമ്മുടെ കയ്യിൽ പിടിക്കാനുള്ള ഒരു വലിപ്പം ഇല്ലാണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് പെൻസിൽ വലിപ്പം കുറവാണെങ്കിലും ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടൂളാണ്. അപ്പോൾ ഈ ഒരു ടൂൾ നമ്മൾ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്, ഇതിന് മുമ്പൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെന്ന് കാണിക്കാം നമ്മൾ പെൻസിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പം ഇത് തീരാറായ പെൻസിലാണ്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ രണ്ടറ്റത്തും ഹോളുണ്ട്. അപ്പോൾ നമുക്ക് പെൻസിലിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഇൻസേർട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പേപ്പർ സ്റ്റാമ്പ്സ് ആണ്. അപ്പം ഈ ഒരു സാധനം നമ്മൾ ഓൾറെഡി നേരത്തെ വാങ്ങിയിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് നമ്മളിത് ഉള്ളതുകൊണ്ട് നമ്മളിത് ഓപ്പൺ ആക്കി ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഓൾറെഡി സാധനം ഇരിപ്പുണ്ട്. അപ്പം അത് ഡാമേജൊക്കെ ആയി കഴിയുമ്പം നമുക്കിത് പൊട്ടിച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം നമുക്ക് അറിയാമായിരിക്കും. നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളിത് വാങ്ങി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്ന സ്കെച്ചിങ് ഗ്ലൗ എന്ന് പറയും. അതായത് നമ്മൾ നമ്മുടെ വരയ്ക്കുന്ന സമയത്ത്, നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലെ അഴുക്കൊക്കെ ആ ഒരു ഡ്രോയിങ് പേപ്പറിലേക്ക് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കയ്യിൽ ഇൻസേർട്ട് ചെയ്തിട്ട് പെൻസിൽ ഉപയോഗിച്ച് പിടിച്ച് വരയ്ക്കാൻ പറ്റും. അതായത് നമ്മൾ ഇപ്പം ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പേപ്പറിൻ്റെ പീസ് വെച്ചിട്ട് അതിലേക്ക് കൈ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കിത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 വിരൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. ബാക്കി ഇങ്ങനെ വിരൽ പുറത്തുണ്ടാവും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പെൻസിൽ പിടിച്ച് വരയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ എനിക്കിത് ഇട്ടിട്ട് അത്ര ഒരു ഇതായിട്ട് തോന്നുന്നില്ല. അപ്പം എന്തായാലും നമുക്ക് ഓൾറെഡി നമ്മൾ പേപ്പറാണ് വെച്ചിട്ട് വരയ്ക്കുക. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും നമുക്കിത് കിറ്റിനൂടെ കിട്ടിയതാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പൊന്നും നമുക്കിത് ഉപയോഗിച്ച് നോക്കിയ ശീലമൊന്നുമില്ല. അപ്പം ഇത്ര സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു കിറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ എനിക്കിത് 312 രൂപയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ കിറ്റ് ഫുള്ള്. അത് ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്, ടോട്ടലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോക്കുമ്പം ലാഭമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ പെൻസിൽ തന്നെ വാങ്ങുവാണെങ്കിൽ പോലും 122 രൂപ കൊണ്ട് ഇപ്പം പ്രൈസ് കാണിക്കുന്നുണ്ട് ഫ്ലിപ്കാർട്ടിൽ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്തരം പ്രൈസിൽ ഇത്തരം സാധനങ്ങൾ നമുക്കൊന്നും കിട്ടുന്നില്ലേ. അപ്പോൾ എങ്ങനെയായാലും ലാഭമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നോക്കിയാൽ മതി. നിങ്ങൾ ആർട്ട് ലൈൻ്റെ പെൻസിൽ നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ കിറ്റും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കല്ല്.